ഇനി കൊച്ചിയിലേക്ക് വന്നാലും കൊച്ചി മെട്രോ നഗരത്തിലും റോഡുകളുടെ കാര്യത്തിൽ ഇപ്പോഴും നമ്മൾ ഏതാണ്ട് കുറേ കാലം പിന്നിലാണ്. ചില ആൾക്കാരൊക്കെ പറയുന്നു ഒരു പതിറ്റാണ്ട് കൊച്ചി പിന്നിലാണ് എന്നാണ്. കൊച്ചി പഴയ കൊച്ചിയല്ല എന്നൊക്കെ നമ്മൾ ആവശ്യത്തോടെ പറയുമ്പോഴും നമ്മുടെ റോഡുകൾ കൊച്ചി നഗരത്തിലെ റോഡുകൾ കുണ്ടും കുഴിയും നിറഞ്ഞതാണ്. മഴക്കാലമാകുമ്പോൾ തീർച്ചയായിട്ടും ചില കുഴികൾ രൂപപ്പെടും. എന്നാൽ ഇത് മഴക്കാലമായാലും വേനൽക്കാലമായാലും കുഴികൾ ഒരുപോലെ നിലനിൽക്കുന്നതാണ് ജനങ്ങൾ ഏറ്റുപറയുന്നത്. ദേശീയപാത ഒഴികെ നഗരത്തിലെ പ്രധാന റോഡുകൾ എല്ലാം കുഴികൾ നിറഞ്ഞതാണെന്ന് പരാതിയുണ്ട്. മഴവെള്ളം നിറഞ്ഞ കുഴികളിൽ വീണ് ദിവസവും അപകടങ്ങളും സാധാരണ കാഴ്ചയാകുന്നു. റോഡിലെ കുഴികൾ നോക്കി വെറുതെ ഇരിക്കുകയാണോ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ എന്ന് ചോദിക്കുന്ന ആളുകളും കുറവല്ല. മഴയ്ക്കൊപ്പം കൊച്ചി നഗരത്തിലെ പ്രധാനപ്പെട്ട റോഡുകളിലെ കുഴികളുടെ എണ്ണം കൂടി വരുന്നതോടെ നഗരയാത്ര നരകയാത്രയായി മാറുകയാണ് സാധാരണ യാത്രക്കാർക്ക്. ആവശ്യപ്പെടുന്ന എല്ലാ നികുതിയും സർക്കാരിന് കൊടുത്താണ് റോഡിലൂടെ ഓരോരുത്തരും വാഹനം ഓടിക്കുന്നത്. വൃത്തിയുള്ള റോഡിലൂടെ സുരക്ഷിതമായി സഞ്ചരിക്കുക എന്നത് യാത്രക്കാരന്റെ അവകാശം കൂടിയാണ്. നികുതി വാങ്ങുന്നതല്ലാതെ റോഡിലെ കുഴികൾ നികത്താൻ ഒരു ഇടപെടലും നടക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് കൊച്ചി നഗരത്തിലെ പ്രധാന റോഡുകളിൽ പലതും. തൃക്കാക്കര നഗരസഭയിലൂടെ കടന്നുപോകുന്ന സീപോർട്ട് എയർപോർട്ട് റോഡിൽ ചിറ്റേത്തുകര ഭാഗത്ത് ബൈക്കുകാരെ കാത്തിരിക്കുന്ന ഒരു കുഴി തന്നെയുണ്ട്. ദിവസവും അപകടങ്ങളുണ്ടായിട്ടും കുഴി വലുതാകുന്നതല്ലാതെ ചെറുതാകുന്നില്ല. ഈ പാലം വളരെ ദയനീയമാണ്, വളരെ സങ്കടമുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ ഉപ്പ് കല്ലിട്ടാണ് ഈ സാധനം ഫില്ല് ചെയ്യണമെന്ന് തോന്നുന്നത്. ഒരു മഴ പെയ്താൽ അത് പിന്നെ ടാറ പോയി. ടാറിൻ്റെ അംശം ഇല്ലാഞ്ഞിട്ടാണ് 25ഓളം പ്രാവശ്യം ഈ വർഷം ഞാനൊരു വിവരാവകാശം വെച്ചിട്ട് ഇവർ ചോദിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ എന്നും ഇത്രയും ബ്ലോക്കും ഒരു മഴ തുടങ്ങിയാൽ അപ്പോൾ ബ്ലോക്കായി. ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ കുഴിയാണ്. ഒരു 10-10,000 വാഹനങ്ങൾ, 2 വീലർ, ഹെവി വെഹിക്കിൾസ് എല്ലാം കൂടി ഈ പാലത്തിൽ കൂടി നിരന്തരം ഓടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷം 24 തവണ കുഴിയടച്ച പാലമാണ് കുണ്ടന്നൂർ തേവര പാലം. ഇപ്പോൾ ഈ പാലത്തിലൂടെ പോകണമെങ്കിൽ 18 അടവും പഠിച്ചിരിക്കേണ്ട സ്ഥിതിയാണ്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 റോഡിൽ നിന്നുകൊണ്ട് എണ്ണി പഠിക്കുകയല്ല. കുണ്ടന്നൂർ തേവര പാലത്തിലെ കുഴികളുടെ എണ്ണമാണിത്. മുന്നോട്ട് നടക്കുന്തോറും കുഴികളാൽ സമൃദ്ധമാണ് കുണ്ടന്നൂർ തേവര പാലം. കുലുങ്ങിയുള്ള ഒരു യാത്ര ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പാലത്തിലൂടെ ധൈര്യമായി വരാം. ദേശീയപാതയിലെ കുരുക്കിൽപ്പെടാതിരിക്കാൻ വാഹനയാത്രക്കാർ കൂടുതലായി ആശ്രയിക്കുന്ന ഒരു റോഡ് കൂടിയാണ് ഇങ്ങനെ കുഴികളാൽ നിറഞ്ഞു കിടക്കുന്നത്. നാട്ടുകാർ കുഴിയിൽ ചാടി അപകടങ്ങളിൽപ്പെടുമ്പോഴും റോഡ് പരിപാലിക്കേണ്ട ചുമതലയുള്ളവരൊക്കെ ഈ മഴക്കാലത്ത് എവിടെ പോയിരിക്കുന്നു എന്ന ചോദ്യമാണ് ഉയരുന്നത്. എസ് ശ്യാംകുമാർ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. കേരളത്തിലെ പല റോഡുകളുടെയും സ്ഥിതി വളരെ മോശമാണ്. പ്രത്യേകിച്ച് മഴക്കാലമായാൽ കുഴികൾ കൂടും. ഈ കുഴികളിൽ വെള്ളം നിറഞ്ഞ് അതിൽ 2 വീലറിലൊക്കെ ഓടിക്കുന്ന ആൾക്കാർ എടുത്ത് ചാടി ഒരുപാട് അപകടങ്ങളും ആൾക്ക് തന്നെ വിനാശം ഉണ്ടാകുന്ന കാഴ്ചയും കേരളത്തിൽ കുറവല്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ ആലുവയിൽ നിന്ന് ശങ്കർ എന്നൊരാൾ വിളിക്കുന്നുണ്ട്. കുഴികളുടെ കാര്യം പറയാനാണെന്ന് തന്നെ മനസ്സിലാക്കുന്നത്. നമസ്കാരം ശങ്കർ, പരിപാടിയിലേക്ക് സ്വാഗതം. താങ്കൾക്ക് എന്താ പറയാനുള്ളത്? സാറേ, ഞാൻ ദിവസവും ആലുവയിൽ നിന്ന് കീഴ്മാട് വരെയുള്ള വഴി കൂടി പോകുന്നുണ്ട്. ട്രാൻസ്പോർട്ട് റൂട്ടാണ്, പെരുമ്പാവൂർക്കുള്ള ട്രാൻസ്പോർട്ട് റൂട്ടാണ്. അവിടെ റോഡില്ല, കുഴി മാത്രമേ ഉള്ളൂ. അത് കുഴി എന്ന് പറഞ്ഞാൽ ടയറൊക്കെ റോഡിൽ ഇറങ്ങി ടാറില്ലാണ്ട് ടാർ ചെയ്ത് ആ കുഴിയുമായിരം ഇങ്ങനെ ഇതായിട്ട് നിൽക്കുക. റോഡില്ല. അത്രയും കിലോമീറ്റർ, 6-7 കിലോമീറ്റർ റോഡില്ല. എന്നിട്ട് ഫുട്പാത്തിൽ കൂടി കയറ്റിയാണ് 2 വീലറൊക്കെ പോണത്. ഒരു നിവർത്തിയില്ല. വണ്ടിയുടെ ഡിസ്ക് ബ്രേക്ക് വരെ വളഞ്ഞുപോയി കുഴിച്ചാടി. എന്തെങ്കിലും സാറ് ചാനലിൽ നിന്ന് ആ വിഷയം, ഒരു 6-7 കിലോമീറ്റർ ഉണ്ട്, ഒരു സ്പോട്ടല്ല. ഞാൻ പോണേൽ നമ്മുടെ റിപ്പോർട്ടറോട് ഞാൻ പറയാം ആ കാര്യം നേരിട്ട് ചിത്രീകരിക്കാൻ പറ്റുമെന്ന്. നമ്മുടെ ടീമിനെ അവിടെ അയച്ചു തരാം കേട്ടോ. ഓക്കെ, നമുക്ക് അധികാരികളെ കാണിച്ചു നോക്കാം എന്തെങ്കിലും സംഭവിക്കുന്ന അറിയാമല്ലോ. വിളിച്ചതിൽ വളരെ സന്തോഷം ശങ്കർ ആലുവ. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.